ഇപ്പം ഇദ്ദേഹത്തിന്റെ കാലത്തിരുന്ന ഒരു ഫോർമാറ്റ് ഇദ്ദേഹം പറഞ്ഞുതരാം, മന്ത്രിയും പോറ്റിയും തന്ത്രിയും. അതിനു മുമ്പ് ഈ മന്ത്രി അല്ലെങ്കിൽ വേറെ മന്ത്രിയും പോറ്റിയും തന്ത്രിയും കാണും, അല്ലെങ്കിൽ വേറെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പോറ്റിയും തന്ത്രിയും കാണും. അപ്പൊ എങ്ങനെയായാലും ഈ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ദേവ സാന്നിധ്യം അല്ലെങ്കിൽ ദേവന് തുല്യമായിട്ടുള്ള ആൾക്കാർ എന്ന് വളരെ കൃത്യമായിട്ട് പത്മകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പത്മകുമാർ കയറുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, 2007 മുട്ട് കൊള്ള നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാനല്ല. ഇപ്പൊ തന്നെ വേറെ കാര്യമോട് പപ്പം പറഞ്ഞിട്ട് ശ്രദ്ധിച്ചായിരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങളെല്ലാം പറഞ്ഞല്ലോ എന്റെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, ഞാൻ പോലും അറിയാതെ എൻ്റെ റൂം എൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്ന ഒരവസ്ഥ അവിടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനകത്ത് ഉണ്ടായിരുന്നു. കാരണം അപ്പൊ ഈ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നപ്പോഴല്ല, അതിന് മുമ്പേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സിസ്റ്റം ഇങ്ങനെ കൊണ്ടുപോകും. അത് മാത്രമല്ല തന്ത്രിയുടെ അടുത്ത ആളാണെന്നുള്ള ഒരു പരിഗണന ബാക്കിയുള്ള ജീവനക്കാരും വരുന്നു. ഇപ്പൊ കോൺഗ്രസ് അനുകൂല സംഘടനയും CPM അനുകൂല സംഘടനയും അല്ലെ BJP അനുകൂല സംഘടനയുടെ അവരെന്താ ഇതും മിണ്ടാത്തതെന്ന് നമുക്കൊരു സംശയം വരുന്നില്ലേ? അപ്പൊ അവർക്കെല്ലാം തന്നെ ഓരോ രീതിയിൽ ഇതിന്റെ സുഖങ്ങൾ അല്ലെ ഇതിന്റെ ഒരു ഷെയർ കിട്ടുന്നുണ്ടെന്നല്ലേ. ഇപ്പൊ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഗസ്റ്റ് ഹൗസിലുള്ള കുറെ മുറി അത് ബുക്ക് ചെയ്യാൻ വരുമ്പോൾ അതിന്റെ ഒരു ഷെയർ അതിന്റെ ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ തട്ടിപ്പിൽ പങ്കാളികളാകുന്നു. അപ്പോൾ ഈ ഒറ്റയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പത്മകുമാർ പറഞ്ഞാൽ മറ്റ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് കൂടെ അന്വേഷണം പോകണമെന്ന് തീർച്ചയായിട്ടും അത് ആദ്യമേ പറയുന്നുണ്ടല്ലോ. ഞാനല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി, നിങ്ങൾ പറയുന്നത് ഉണ്ണികൃഷ്ണൻ, ഞാനല്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് 2007 തൊട്ട് അന്വേഷിക്കുക. അത് മാത്രമല്ല ഇതെല്ലാം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുക. നമുക്കറിയത്തില്ല, ഏതായാലും ഇതുപോലുള്ള അധികാരവർഗത്തിന്റെ കീഴാളന്മാരായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അവരും കൂടെ ഇപ്പം ദേവസ്വം ബോർഡിലല്ല എല്ലായിടത്തും അവരുടെ കയ്യിലല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഈ സിസ്റ്റം മൊത്തം ഇവരുടെ കയ്യിലാണ്. ഈ കൊള്ളക്കാരുടെ കയ്യിലാണ് ഈ സിസ്റ്റം മൊത്തവും. ആര് വന്നാലും അവരുടെ ഭാഗമായിട്ട് ഇപ്പം കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നാലും അവരുടെ ഭാഗമായിട്ട് ഈ സിസ്റ്റം കൂടും. അതിനകത്ത് പ്രയാർ ഗോപാലകൃഷ്ണനുകൾ വ്യത്യസ്തനായത്. അതുകൊണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു, വളരെ കുഴപ്പങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, സഹകരിക്കാത്ത ഒരു അവസരം ഉണ്ടായിരുന്നു. മനസ്സിലല്ലേ? അപ്പൊ ഇതൊരു സിസ്റ്റം, അതാ പപ്പം പറയും, ഇതൊരു സിസ്റ്റമാണ്. അപ്പൊ ആ സിസ്റ്റത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട കക്ഷി ആരാണെന്നറിയാമോ? തന്ത്രിയാണ്. മനസ്സിലാവുന്നുണ്ട്. ബാക്കി തന്ത്രിയാണ്. നമ്മളെ സിനിമയ്ക്കകത്തൊക്കെ കാണത്തില്ലേ, ചില സിനിമയ്ക്കകത്തൊക്കെ കാണുന്നത് പോലെ നമ്മൾ ഉദ്ദേശിക്കാത്ത ആള് അതിനകത്ത് വില്ലനായിട്ട് വരും. എന്ന് വെച്ചാൽ ഏറ്റവും സൗമ്യ മുഖമുള്ള, ഏറ്റവും ഒരിക്കലും ആൾക്കാർ ഉദ്ദേശിക്കാത്ത, നിഴലുമില്ലാത്ത ആൾ ഇതിനകത്ത് വരുന്നത് പോലെ ഈ പറയുന്നതിനകത്തും വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.